പ്രക്ഷോഭ രംഗത്തുള്ള പ്രവർത്തകരെ ഇനി കേരള പോലീസ് മർദ്ദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് SFI, DYFI സംഘടനകളുടെ തീരുമാനം. ഇത് സംബന്ധിച്ച നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്ക് ഉടൻ നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇടതുപക്ഷ ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗൺമാനും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി പോലീസ് കേസെടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ UDF ഭരണകാലത്ത് പോലീസ് നടപടി ഉണ്ടായാൽ കോടതി വഴി കേസ് ഫയൽ ചെയ്തിടുകയും പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പ്രതികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്നതാണ് അജണ്ട. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നീക്കമാണിത്. UDF സർക്കാരിന് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുന്ന IPS ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്താലും നിയമ നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഭാവിയിൽ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഒരു മുതിർന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ UDF സർക്കാരിന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അനുഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് CPM നേതൃത്വം നൽകുന്നത്. പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായ S സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ചതിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ചട്ടലംഘനമാണ് ഉണ്ടായതെന്നും ശക്തമായ വകുപ്പ് തല നടപടി വേണമെന്നും ഇവർക്കെതിരായ റിപ്പോർട്ടിൽ SIT ശുപാർശ ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. VIP സുരക്ഷയുടെ ഭാഗമായി ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് തങ്ങൾ നടത്തിയതെന്നാണ് പ്രതികളാക്കപ്പെട്ടവരുടെ വാദം. കേസിന് പിന്നിൽ രാഷ്ട്രീയ വ്യക്തിവിരോധമാണെന്നും ഉദ്യോഗസ്ഥർ ആരോപിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചടുക്കുകയും വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. Z+ സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇടപെട്ടത്. നടന്നത് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. ഈ വാദം തന്നെയാണ് CPM നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. സസ്പെൻഷനിലായ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷൻ ആനുകൂല്യം പോലും തടയപ്പെട്ടതായും ആരോപണമുണ്ട്. ഇടതുപക്ഷം ഭരിച്ച കാലത്ത് ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ പകവീട്ടാൻ നിന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് CPM നേതൃത്വം ചോദിക്കുന്നത്. MA ബേബി മുതൽ പുതിയ തലമുറയിലെ SFI, DYFI നേതാക്കൾ വരെ പോലീസ് അതിക്രമത്തിന് ഇരയായിട്ടുണ്ട്. AKG സെന്ററിന് മുന്നിൽ വെച്ചാണ് പണ്ട് MA ബേബിയുടെ വായിൽ IPS ഉദ്യോഗസ്ഥനായ രാജേഷ് ദിവാൻ കല്ലടിച്ച് കയറ്റിയത്. കേരള സർവകലാശാല ചെയർപേഴ്സണായിരുന്ന ഗീന കുമാരിക്ക് നേരെ അതിക്രമം കാട്ടിയതും IPS ഉദ്യോഗസ്ഥനായ ഋഷിരാജ് സിംഗ് ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കമ്മീഷണറായിരിക്കെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വെടിവെപ്പ് നടത്തിയതും SFI നേതാക്കളെ തിരഞ്ഞുപിടിച്ച് നേരിട്ട് ആക്രമിക്കുകയും ചെയ്ത മറ്റൊരു IPS ഓഫീസറാണ് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജൻ സിംഗ്. CPM അങ്കമാലി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കൈകാര്യം ചെയ്തത് അന്ന് ആലുവ റൂറൽ SP ആയിരുന്ന യതീഷ് ചന്ദ്രയാണ്. നെടുമങ്ങാട് ASP ട്രെയിനി ആയിരിക്കെ സുജിത് ദാസ് നേരിട്ടാണ് പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയത്. ഈ പട്ടിക ഇനിയും നീളും. ഭരണം മാറിയപ്പോൾ ഇവരെ ഒന്നും കേസിൽപ്പെടുത്താനോ സസ്പെൻഡ് ചെയ്യാനോ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. SFI നേതാവായിരിക്കെ A റഹീം അടക്കമുള്ള നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ച തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കോഴിക്കോട് കമ്മീഷണറായും കണ്ണൂർ റേഞ്ച് DIG ആയുമാണ് നിയമിച്ചിരുന്നത് എന്നതും UDF സർക്കാർ ഓർക്കണം. യതീഷ് ചന്ദ്ര ഉൾപ്പെടെ മുമ്പ് സൂചിപ്പിച്ച എല്ലാ IPSകാർക്കും ഇടതുപക്ഷ ഭരണകാലത്ത് പ്രധാന തസ്തികകളിൽ ചുമതല നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായി അതിരുകടന്ന പ്രവൃത്തി ഇവരെല്ലാം നടത്തിയിട്ട് പോലും അതിനെ ആ രൂപത്തിൽ സമീപിക്കാതെ മാന്യമായി തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകൾ പെരുമാറിയിരുന്നത്. ഈ മാന്യത VD സതീശൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതാണ് ഇപ്പോൾ CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സമരമുഖത്തിറങ്ങുന്ന പ്രവർത്തകരും നേതാക്കളും പോലീസ് നടപടിക്ക് വിധേയമായാൽ അടിക്കുന്ന പോലീസുകാരെ മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി കേസുകൾ ഫയൽ ചെയ്യാനാണ് SFI, DYFI സംഘടനകളുടെ തീരുമാനം. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇവരൊന്നും സർവീസിൽ കാണില്ലെന്ന ഉറപ്പും CPM നേതൃത്വം യുവജന വിദ്യാർത്ഥി നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. അതായത് മുഖ്യമന്ത്രി VD സതീശന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം തെരുവിലിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ നീങ്ങുന്നതിന് മുമ്പ് ഇനി എന്തായാലും 2 വട്ടം ആലോചിക്കുന്നത് നല്ലതായിരിക്കും.